ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല വചനം പേരിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള പഠന പരമ്പരയുടെ 22ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷ ഭദ്രമായിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ മറ്റൊരു കാരണമാണ്. ഒരു വിശ്വാസിയുടെ സ്ഥാനം സ്വർഗത്തിലായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രക്ഷ ഭദ്രമാണ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ്. ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ സ്ഥാനീയമായി അവൻ മരിച്ച് കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവം ആയിരിക്കുന്ന സ്ഥലത്തേക്ക് അവനും മാറ്റപ്പെടുന്നു സ്ഥാനീയമായി എന്നുള്ളത് വിലപ്പെട്ട ഒരു ചിന്തയാണ്. എഫേസ്യർ 2:7 ക്രിസ്തുയേശുവിൽ അവരോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് പറയുന്നു. യേശുക്രിസ്തുവിലാണല്ലോ നാം രക്ഷ പ്രാപിച്ചത്. യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ചവരായ നാം യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രയോഗം വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരി. രക്ഷിക്കപ്പെട്ടവരായ നാം ഭാവിയിൽ കർത്താവായ യേശുക്രിസ്തുവോടെ ഇരുത്തപ്പെടും എന്നല്ല, കർത്താവായ യേശുക്രിസ്തുവോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. പാസീവ് സെന്റൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൽ ഒരു പാപി വിശ്വസിക്കുമ്പോൾ എന്താണ് അവന് സംഭവിക്കുന്നത്? അവനെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടുകൂടെ ഉയർപ്പിച്ചിട്ട് ക്രിസ്തുവോടുകൂടെ അവനെ ദൈവസന്നിധിയിൽ, അതായത് സ്വർഗത്തിൽ ഇരുത്തുകയാണ് ദൈവം ചെയ്യുന്നത്. കൊലോസ്യർ 3:3-4 ഈ വാക്യങ്ങളോട് ചേർത്ത് പഠിച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം കുറെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിന് വ്യത്യസ്തമായ വ്യാഖ്യാന വശങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നൽകിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ പലതാണെങ്കിലും അത് സംബന്ധിച്ചുള്ള വിശദീകരണം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നിത്യജീവൻ ക്രിസ്തുവിലാകിയാലും യേശു ക്രിസ്തുവോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കാലും വാസ്തവത്തിൽ അവിടെ നിന്ന് ആർക്കെങ്കിലും ഇറക്കി വിടാനായിട്ട് സാധിക്കുമോ? ദൈവം താൻ തന്നെ അങ്ങനെ ചെയ്യുകയില്ല. മറ്റൊരാൾക്ക് അവിടുന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ചില വിചിത്രമായ വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവര് പറയുന്നത് ദൈവം ആരെയും സ്വർഗത്തിൽ ഇറക്കി വിടുകയില്ല, വേറെ ആരും അവിടുന്ന് പിടിച്ചു പറിക്കുകയില്ല, എന്നാൽ സ്വന്തമായി ചാടിപ്പോകാൻ സാധിക്കുമെന്നാണ്. ഒരാൾക്ക് സ്വന്തമായി ചാടിപ്പോകാൻ സാധിക്കും, തന്റെ രക്ഷയെ നിർവീര്യമാക്കുവാൻ സാധിക്കും എന്നൊക്കെയാണ്. അത് വിചിത്രമായ വ്യാഖ്യാനം എന്ന് മാത്രമേ അതേക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിൽ തന്നെ ആയിരിക്കുകയാണ്. നമ്മുടെ മഹാദൈവത്തിൽ തന്നെ നാം ആയിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 3:3 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗാരോഹണം ചെയ്ത് കർത്താവിന്റെ സ്ഥലത്തേക്ക് പോവുകയും ദൈവസന്നിധിയിൽ മറയുകയും ചെയ്തതുപോലെ രക്ഷിക്കപ്പെടുന്ന ഒരു പാപി അവന് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ട് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. അത് ഇളകിമറിയുന്ന ഒരു തടാകം. ആ തടാകത്തിൽ കാറ്റതിശക്തമായി അടിക്കുന്നു. അതിലെ ഓളങ്ങളും തിരമാലകളും ഉയർന്നു പൊങ്ങുന്നു. വൃക്ഷലതാദികൾ കാറ്റിൽ ഉലഞ്ഞിട്ട് അതിന്റെ കൊമ്പുകൾ ഒടിഞ്ഞ് അന്തരീക്ഷത്തിലൂടെ ചീറിപ്പായുന്നു. പറവകൾ പലതും ചിറകറ്റ് ആ തടാകത്തിലേക്ക് വീഴുന്നു. കാറ്റിന്റെ പ്രതികൂലതയെ അതിജീവിക്കുവാൻ അതിന് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ, രൂക്ഷമായ അന്തരീക്ഷത്തിൽ, ഈശാന മൂലന്റെ അനുഭവത്തിൽ
ഈ തടാകത്തിന്റെ നടുഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കെട്ട്, ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ വിടവ്, ആ വിടവിനുള്ളിൽ 2 കുരുവികൾ ചുറ്റുപാട് നടക്കുന്ന യാതൊരു കാര്യങ്ങളും അറിയാതെ, അവയെക്കുറിച്ച് യാതൊരു വിധമായ പ്രയാസങ്ങളും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും തോന്നാതെ, അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുപോലും ബോധരാകാതെ സ്വൈര്യമായി അതിനകത്തിരിക്കുകയും പാടുകയും അന്യോന്യം ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഈ കുരുവിയായിരിക്കുന്നത് ഈ പാറയുടെ അകത്തുള്ള ഒരു പിളർപ്പിലാണ്. ഏത് കൊടിയ ഈശാന്യമൂലനടിച്ചാലും, എത്ര രൂക്ഷമായി ഇതിലെ ഓളങ്ങളും തിരമാലകളും ഉയർന്നു പൊങ്ങിയാലും, കാറ്റിന്റെ ശക്തിയും ഗതിയും മാറി വന്നാലും, പാറക്കെട്ടിന്റെ അകത്ത് ഇരിക്കുന്ന ഈ കുരുവികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമായി വരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുഗങ്ങളുടെ പാറയായ യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിലാണ് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പുനരുത്ഥാന അനുഭവത്തോടു കൂടെ ദൈവസ്ഥലം മറയുന്നത്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞവനായതുകൊണ്ട്, അങ്ങനെയാണല്ലോ ദൈവത്തിൽ വായിക്കുന്നത്, ഭൂമിയും ആകാശവും നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്ന് ശലോമോൻ തന്നെ പറയുന്നുണ്ട്. തന്റെ തത്വമതത്തിൽ വിശ്വാസി ഭൂമിയിലിരിക്കുമ്പോഴും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൽ തന്നെ മറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ ആശയത്തിലല്ല പൗലോസ് ഇവിടെ കൊലോസ്യരിൽ പറയുന്നത്. ദൈവം സകല പ്രപഞ്ചത്തെയും നിറഞ്ഞു നിൽക്കുന്നവനാകിയാൽ ദൈവം ഈ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൽ ഞാനും നിങ്ങളും മറിഞ്ഞിരിക്കുന്നു പറയുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ള ആശയത്തിലല്ല, മറിച്ച് നാം നേരത്തെ ചിന്തിച്ച പോലെ ആളത്തോടുമായി ദൈവം അധിവസിക്കുന്ന സ്വർഗാതിസ്വർഗം. ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ, നീ സ്വർഗത്തിലും സ്വർഗങ്ങളിലും സ്വർഗാതിസ്വർഗത്തിലും ഒതുങ്ങുന്നവനായ ദൈവമല്ല, ആ നിനക്ക് ഞാൻ ഉണ്ടാക്കിയ ഈ ദേവാലയത്തിൽ എങ്ങനെ വസിക്കാൻ കഴിയും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അധിവസിക്കുന്ന അനാദി സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ സ്വർഗാതിസ്വർഗത്തിലാണ്. സ്വർഗാതിസ്വർഗത്തിൽ, അനാദി സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തിലാണ് ഒരു ക്രിസ്തു വിശ്വാസി രക്ഷിക്കപ്പെട്ടപ്പോൾ അവനോട് ക്രിസ്തുവോട് ഉയർത്തെഴുന്നേറ്റ് മറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർ 3:1 സൂക്ഷ്മമായി നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ ആശയം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ പറയുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരം. കർത്താവായ യേശു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരം, അതാണ് അവിടെ പറയപ്പെടുന്ന ആശയം. കർത്താവായ യേശു ഉയർത്തെഴുന്നതിന് ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്ത് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്താണ് ആയിരിക്കുന്നത്. അതേക്കുറിച്ചൊന്നും ആർക്കും വ്യാഖ്യാനപേക്ഷ ഉണ്ടാകാൻ സാധ്യതയില്ല. സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗവാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നതും കർത്താവായ യേശു പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും കാണുന്നതായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തുറക്കപ്പെട്ട സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്താണ് കർത്താവായ യേശു ഇപ്പോൾ ആരൂഢനായിരിക്കുന്നത് എന്ന് കൊലോസ്യർ 3:1 എത്രയും തെളിവായി അപ്പോസ്തലൻ പറയുന്നു. കർത്താവ് സകല സ്വർഗത്തിനും മീതെ കയറിയവനാണെന്ന് എഫേസ്യർ 4:10 പറഞ്ഞിട്ടുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായതുപോലെ സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു എന്ന് പറയാണ്. ആ സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയ നമ്മുടെ കർത്താവായ യേശു, എഫേസ്യർ 4:10, അവനെ സ്വർഗത്തിനും മീതെ എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ സ്ഥാനത്തേക്ക് കർത്താവായ യേശു മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ വാസ്തവത്തില് സൃഷ്ടിപരമായ സ്വർഗങ്ങൾക്ക് മീതെ എന്ന അർത്ഥമേനുള്ളൂ. അപ്പൊ നമ്മൾ ഈ സ്വർഗം എന്ന് പറയുമ്പോൾ ദൈവ സൃഷ്ടിയിൽ ഉൾപ്പെട്ട പ്രപഞ്ച സീമ എന്നാണ് എന്റെ അർത്ഥം. അതിനും മീതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം സൃഷ്ടിപരമായ സ്വർഗത്തിനും മീതെ എന്നർത്ഥമാണ്. യോഹന്നാന് 3:13 അവിടെ സാത്താന് കയറുവാൻ കഴിയത്തില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് സ്വർഗാദി സ്വർഗത്തിന് മീതെ, സ്വർഗത്തിൽ ദൈവം വായിക്കുന്ന സ്ഥലത്ത് ചെല്ലാൻ സാത്താൻ അനുവാദമുണ്ട്. അത് യോബിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗാദി സ്വർഗത്തിന് മീതെ അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ സമീപേ
അവന് ചെല്ലുവാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ അനാദി സ്വർഗത്തിലാണ് ദൈവം ഇരുത്തപ്പെട്ടിരിക്കുന്നത്. ആ അനാദി സ്വർഗത്തിൽ ഉപവിഷ്ടനാകുന്ന ദൈവത്തോടെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവും മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി അവിടെ അവന്റെ സന്നിധിയിലേക്കുന്നു. അങ്ങനെ അനാദി സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദനും മറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇനി അവിടെ പോയി ദൈവത്തിൽ നിന്ന് ഇയാളിനെ എടുത്തുകൊണ്ടുവരാൻ പോകുന്നത്? ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ട് പിശാചിനോ ദൂതന്മാർക്കോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മെ ദൈവത്തിൽ നിന്ന് മാറ്റുവാനോ ദൈവത്തിൽ നിന്ന് മറിച്ചിടുവാനോ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാനോ ഒരു നാളും സാധിക്കുകയില്ല. അപ്പോൾ മനുഷ്യന്റെ എത്തുംപിടിയും ഒക്കാത്ത, പിശാചിന് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിത്യനായ ദൈവത്തിന്റെ നിത്യതയിൽ, അതായത് കർത്താവിൽ ആണ് ഞാനും നിങ്ങളും മറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്ഥാനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, അതായത് ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച പാപി അനാദിയും ശാശ്വതമായും ദൈവമായിരിക്കുന്ന ദൈവത്തിൽ ശാശ്വതമായി മറഞ്ഞിരിക്കുന്നു എന്നുള്ള ദൈവികമായ മർമ്മം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും: നമ്മുടെ രക്ഷ ഉറപ്പുള്ളതാണ്, അത് ഭദ്രമാണ്. നമുക്ക് നമ്മുടെ ഭയത്തിനും സംശയത്തിനും യാതൊരു അവകാശവും അവിടെയില്ല. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പാടിയപ്പോൾ ഭയം സംശയങ്ങൾ തെല്ലും വേണ്ടനെ, എത്ര വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട് താൻ, അതിലൊരു വള്ളി ഇല്ലാതാകുമോ, പോകയില്ല പുള്ളി, സാത്താനെ നീ പോ എന്ന് സാത്താൻ നമ്മുടെ രക്ഷയെ സംശയിപ്പിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞവനോട് പറയാൻ കഴിയുന്ന വാചകം അതാണ്: ദൈവത്തിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ദൈവത്തിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ഇൻ ഗോഡ്, ദൈവത്തിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. വിലപ്പെട്ടൊരു നിധി ഒരാൾ കണ്ടെത്തുന്നു. ആ വിലപ്പെട്ട നിധി അദ്ദേഹം കണ്ടെത്തിയ ശേഷം ആ നിധി അദ്ദേഹം കൊണ്ടുപോയി ആർക്കും ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയാത്ത, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത, എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹം അത് ഒളിപ്പിച്ചു വെക്കുന്നതിന് തുല്യമാണ്. കർത്താവിന്റെ രക്തത്തിന്റെ അവകാശമായി വീണ്ടും ജന്മം പ്രാപിച്ച ദൈവവേദനെ നിത്യനായ ദൈവത്തിൽ കർത്താവായ യേശു മറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. യേശയ്യാവ് 26:4 വായിക്കുമ്പോൾ ശാശ്വതമായ പാറ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. യഹോവയാമ്യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളത് കൊണ്ട് എന്നേക്കും ആശ്വസിക്കുവേൻ എന്ന് പറയുന്നു. യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിൽ ശാശ്വത പാറയായ ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നമ്മുടെ ജീവന്റെ ആസ്ഥാനത്ത് വന്ന് നമ്മുടെ ജീവനെ കണ്ടുപിടിച്ച് നശിപ്പിക്കാനായിട്ട് സാക്ഷാൽ ലൂസിഫറിന് പോലും സാധിക്കുകയില്ല. അനാദിയനായി ദൈവത്തില്, അനാദി സ്വർഗത്തിൽ നിവസിക്കുന്ന ദൈവത്തിൽ നിത്യമായി മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവനെ, നിത്യജീവനെ അവിടെ കയറി ചെന്ന് ദൈവത്തിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തുനിന്ന് പിടിച്ചു മാറ്റി അവന്റെ ജീവനെ നിർവീര്യമാക്കുവാൻ ലോകത്തിൽ ലൂസിഫറിന് പോലും സാധിക്കുകയില്ല. ദൈവത്തിന്റെ ദൂതന്മാർ, സ്വർഗത്തിലെ നിവാസികളായ ദൈവദൂതന്മാർ ചിന്തിച്ചാൽ പോലും അങ്ങനെ കാര്യം സാധിക്കുകയില്ല, അവർക്ക് നശിപ്പിക്കുകയില്ല. അപ്പൊ ഒരു വിധത്തിലും അങ്ങനെ പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ലോകത്തിലെ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ ഭൂമിയിൽ ഉപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്നാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത്. പ്രിയ വിശ്വാസി, ഇത്ര ദൃഢമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് അതിൽ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ ഒരു വിശ്വാസി എന്തിനാണ് ഇത്രമാത്രം വിലപ്പെട്ട ഒരു വസ്തുവായി ദൈവം കൊണ്ട് ദൈവത്തിൽ മറച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. അതായത് പാപത്തിന്റെ കുഴഞ്ഞ ചേരിലും നാശകരമായ കുഴിയിലും ആശയറ്റവരായി സഹോദരൻ ശവക്കൂടി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ നിരാശപ്പെട്ട നെടുവീർപ്പെട്ട സ്ഥാനത്ത് നിന്നാണ് ദൈവം മനുഷ്യനെ രക്ഷിച്ച് തന്റെ ഏകജാതനായ പുത്രന്റെ ക്രൂശിലെ ബലിമരണവും രക്തവും മുഖാന്തരമായി അവനെ വിലയ്ക്കു വാങ്ങി സ്വർഗത്തിൽ ആക്കിയിരിക്കുന്നത്. അതിന് മറവിലയായി ദൈവം കൊടുത്തത്
തന്റെ ഏകജാതനായ പുത്രന്റെ ചങ്കിലെ രക്തമാണ്. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിൻപാദം കുമ്പിടുന്ന എന്നൊരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. തന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ നിർമ്മലമായ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമായി അവൻ ക്രൂശിന്മേൽ ചൊരിഞ്ഞ് അത് വില കൊടുത്താണ് പാപിയെ ദൈവം രക്ഷിച്ചത്. അപ്പൊ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ വിലയേറിയ രക്തം കൊടുത്ത് ആ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി, അതിനെ അത്രത്തോളം സൂക്ഷ്മതയോടെയാണ് സ്വർഗത്തിലെ ദൈവത്തിൽ സൂക്ഷിക്കുന്നത്. അതാണ് കാരണം. നമ്മൾ വളരെ വിലപ്പെട്ടവരാണ്. എന്താ കാര്യം? വിലയേറിയ രക്തത്താൽ സമ്പാദിക്കപ്പെട്ടവരാണ്, വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകിയാൽ നാം ദൈവത്തിന് പ്രിയനും വിലപ്പെട്ടവരുമാകുന്നു. വിലപ്പെട്ട ഈ വസ്തുവിനെ അനാദിയായ ദൈവത്തിൽ അതിശയകരമായി ദൈവം സൂക്ഷിക്കുന്നു. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ തന്നെ സ്വർഗത്തിൽ ആയിരിക്കാലും ദൈവത്തിൽ മറഞ്ഞിരിക്കാലും നമ്മുടെ രക്ഷ എന്നേക്കും ഭദ്രമാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന പഠിപ്പിക്കാനോ വിശ്വസിക്കാനോ ആർക്കും ഒരിക്കലും സാധിക്കത്തില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ദൈവവചനം അത് അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് അവകാശമുള്ളത്. ദൈവത്തിന്റെ വചനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കിനോടോ ഒരാശയത്തോടോ കൂട്ടിച്ചേർക്കുവാനോ അതിനെ അഴിച്ചു കളയുവാനോ നമുക്ക് ആർക്കും അവകാശമില്ല. എനിക്കിപ്പോഴും വളരെ ഫലിതമായി തോന്നിയൊരു വിഷയം, സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം മനുഷ്യവർഗത്തിന് ഒരുക്കിയ മഹത്തരമായ ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ എവിടെ നിന്നാണ് രക്ഷയുടെ ശാസ്ത്രം പഠിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വളരെ സംശയമുണ്ട്. ഞാൻ വായിക്കുന്നതും പഠിക്കുന്നതും നിശ്ചയം പ്രാപിച്ചതുമായ വിശുദ്ധ ബൈബിൾ, വിശുദ്ധ ദൈവവചനത്തിനകത്ത് സൂക്ഷ്മമായ പരിശോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും കർത്താവിന് പേർ ചൊല്ലി അറിയാവുന്നവരും പേർ ചൊല്ലി വിളിക്കപ്പെടുന്നവരും അവർ ദൈവസ്വനിൽ സുരക്ഷിതരും ദൈവത്തിൽ മറയ്ക്കപ്പെട്ടവരും നിത്യതയ്ക്കായി സൂക്ഷിക്കപ്പെട്ടവരും പുനരുദ്ധാന ദിവസത്തിനായി പരിശുദ്ധാത്മാവിനാൽ കരുതക്കൊള്ളപ്പെടുന്നവരും ആകിയാൽ അവരെ ഒരിക്കലും കണ്ടെത്തി നശിപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കത്തില്ല. നിത്യനായ ദൈവത്തിന്റെ നിത്യജീവനിൽ മറഞ്ഞിരിക്കുന്ന വിശ്വാസി എവിടെ ചെന്ന് ആർക്കാണ് കഴിവ് കണ്ടുപിടിക്കാൻ സാധിക്കുക? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തട്ടെ. നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ച വ്യക്തിയാണ് എങ്കിൽ സംശയിക്കേണ്ട. നീ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നീ മരിച്ച് കർത്താവിലൂടെ ഉയർത്ത നിന്റെ ജീവൻ ദൈവത്തിൽ നിത്യതയിൽ മറഞ്ഞിരിക്കുകയാണ്. അനാദി സ്വർഗത്തിലായിരിക്കുന്ന ദൈവത്തിലാണ് നിന്റെയും എന്റെയും ജീവൻ മറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തിൽ നാം എന്നേക്കും സുരക്ഷിതരാണ്. അവിടെ നിന്ന് ആർക്കും നമ്മെ ഇറക്കുവാനോ പിടിച്ചു പറിക്കുവാനോ ഒരു നാളും സാധിക്കുകയില്ല. അത്ര വ്യക്തമായ ഭദ്രമായ സംരക്ഷണത്തിലാണ്. സ്വർഗസിംഹാസനത്തിന് കാവൽ നിൽക്കുന്ന സ്വർഗീയ മാലാഖമാരുടെയും ബഹുസഹസ്രം ദൂതന്മാരുടെയും വേലിക്കെട്ടിനെ തകർത്ത് ഏതെങ്കിലും ഒരു ശക്തിക്ക് അവിടെ ചെല്ലാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ഇതാണ് രക്ഷയുടെ ഭദ്രത. ഇത് വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ നാമം എന്നേക്കും മഹത്വപ്പെട്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. ഗോഡ് ബ്ലസ് യു.